എല്ലാവർക്കും മിതാസ് ഫാം ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പശു പ്രസവിക്കാറായി. അപ്പോൾ അതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കൊരു പശുവിനെ കൊടുക്കാണ്ട് അതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. ഇത് പ്രസവം എപ്പോഴാണ് നടക്കുക എന്നുള്ളത് അറിയാത്ത കാരണം ചിലപ്പോൾ രാത്രി ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ കാണിച്ച് കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ പശുവിൻ്റെ പ്രസവം ഏകദേശം അടുക്കാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ മുൻകൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇത് ചിലവർക്ക് അറിയാത്ത കാര്യമാണ്. ചില കർഷകർക്കും ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. ചിലവർക്ക് ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ കാഴ്ചപ്പാടും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ കൂടുതലായിട്ട് പറയാറ്, നമ്മുടെ അനുഭവം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കാറുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ വാലുണ്ടല്ലോ, സാധാരണ ഈ പ്രസവിക്കാനുള്ള ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള പശുവിനെയൊക്കെ എടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇതേപോലെ പൊന്തും. ഇതേപോലെ പൊന്തുന്നു മാത്രമല്ല, ഇതിലൊരു ജോയിൻ്റ് ഉണ്ട്. കണ്ട, ഈ ജോയിൻ്റ് ഫ്രീ ആയിരിക്കും. ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടും. ഇത് ഈ എൻഡ് വരെ കണ്ട. അപ്പം അത്രയും ഫ്രീയാ. അപ്പോഴാണ് ഈ കുട്ടി വരാനുള്ള ഒരു സ്പേസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്. ഞാൻ നോക്കാറുണ്ട്, ഏകദേശം പ്രസവിക്കാറായോ നോക്കുക ഇവിടെ പിടിക്കുമ്പോഴാണ് ഈ ഒരു മാറ്റമാണ് ആദ്യം കാണിക്കുക. പിന്നെ അകടിയിൽ പാലിറങ്ങും. പക്ഷെ ഇതിന് അകടിക്ക് പാലിറങ്ങിയിട്ടില്ല. പാലിറങ്ങിയാൽ പിന്നെ പ്രസവിക്കുകയായി. എന്നാലും ആദ്യ സ്റ്റേജ് ഇതാണ്. അതിൻ്റെ വ്യത്യാസം ഞാനിപ്പോൾ നമ്മുടെ മറ്റേ പശുവിനെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ നിങ്ങൾക്ക്. കണ്ട, ഇവിടെ ഭയങ്കര ടൈറ്റായിരിക്കും. കണ്ട, ഒരു സ്പേസ് ഇവിടെ കിട്ടില്ല. അത് സ്ഥാനത്ത് ഇതിൻ്റെ ഇവിടെ കണ്ട അത്രയും ഫ്രീ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ട്രാക്ക് തന്നെ ഉണ്ടാവും. കണ്ട, ഇതുപോലെ ഇപ്പോൾ നമുക്ക് വിരലിങ്ങനെ ഇറങ്ങിപ്പോണ ഒരു കണ്ടീഷൻ വരും. ഇത് ഈ എൻഡ് വരെ ഫ്രീ ആയിരിക്കും പാല്. അതേപോലെ നമ്മുടെ ഈ പശുവിന് ഉണ്ടാവില്ല. ഇവള് അനുസരണ ഇല്ലാത്തവരാണ്. നിങ്ങളുടെ വീട്ടിലുള്ള പശുവിനെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാം. അത് ഈ ഡെലിവറിയുടെ ടൈം ആകുമ്പോഴാണ് അങ്ങനെ വരിക കേട്ടോ. അപ്പോഴാണ് ഈ കുട്ടിയൊക്കെ വളരെ സുഗമമായിട്ട് പുറത്ത് വരിക. പിന്നെ ഇനിയിപ്പോൾ പാലിറങ്ങുക എന്ന് പറയണത് ആയിട്ടില്ല. പാലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അത് പ്രസവിക്കണ ഒരു സമയമാകുമ്പോൾ തന്നെയാണ് ഇറങ്ങുള്ളൂ. എന്നാലും അവിടെ തൂങ്ങിയുണ്ട്, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ വളർത്തുന്ന ആൾക്കാർക്കൊക്കെ അറിയാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് ഇതുപോലെ അറിയാമായിരുന്നെങ്കിലും അറിയില്ലെങ്കിലും ആദ്യത്തെ ഒരു അനുഭവമാണെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഇനി തുടർച്ചയായിട്ട് ഇതിൻ്റെ ഒരു പ്രസവം നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു പശുവിനെ കൊടുക്കാണ്ട് കേട്ടോ. ആലപ്പുഴയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അത് വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം. അത് നമുക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടിയിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കാണുന്ന പശുവിനെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇതിൻ്റെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ വിളിക്കുക. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ബ്രീഡ് പറയുകയാണെങ്കിൽ വെച്ചൂർ വടകര ക്രോസാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി കുത്തി വെച്ചിട്ട് 5 മാസം ചെനയായിട്ടുണ്ട്. നല്ലൊരു പശുവാണ്. അപ്പോൾ ഇതിന് ഇവർ ഉദ്ദേശിക്കുന്ന വില 25,000 രൂപയാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.